ദൈവകൽപ്പനകൾ, നിയമങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ എന്നിവ മനഃപൂർവ്വം ലംഘിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ നിലവാരത്തിലെത്താത്ത ഒരവസ്ഥയാണിത്. ദൈവത്തിനെതിരെയുള്ള ഈ പ്രവൃത്തികൾ ദൈവപരിപാലനത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുകയും ആത്മീയ മരണം വരുത്തുകയും ചെയ്യുന്നു. പ്രവൃത്തികൾ മാത്രമല്ല, അഹങ്കാരം, സ്വാർത്ഥത, ദുരാഗ്രഹങ്ങൾ എന്നിവയും പാപത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മുടെ പാപത്തിന്റെ ഗൗരവം നിർണയിക്കുന്ന 3 പ്രധാന ഘടകങ്ങളാണ് പാപത്തിന്റെ കാഠിന്യം, പ്രേരക ഘടകങ്ങൾ, ആവർത്തനം എന്നിവ. പാപത്തിന്റെ ഫലം മരണമാണ്. പാപത്തിൽ നിന്നുള്ള രക്ഷ യേശു ക്രിസ്തുവും. യേശുവിലൂടെ പാപമോചനവും പുനഃസ്ഥാപനവും സാധ്യമാണ്. പാപമോചന മാർഗങ്ങളിൽ പ്രധാനം പശ്ചാത്താപം തന്നെ. കുമ്പസാരം പശ്ചാത്താപത്തിനുള്ള മാർഗം തുറന്നു തരുന്നു. ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം പാപസാഹചര്യങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. പാപമോചനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവവചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. പാപരഹിത ജീവിതമാണ് ഉത്തമ ക്രൈസ്തവ ജീവിതം. അത് പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.